തൃശൂരിലെ എടിഎമ്മുകളിൽ കവർച്ച നടത്തിയ സംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. എടിഎം കവർച്ചകളിൽ ഞെട്ടി തൃശൂർ. 3 എടിഎമ്മുകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. എടിഎം പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം പ്രതികൾ പോലീസ് പിടിയിലായതായി സൂചന. തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നീണ്ട നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടു. വാർത്തകൾ വിശദമായി. തൃശൂരിലെ എടിഎം കവർച്ചാ സംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരു പ്രതി കൊല്ലപ്പെട്ടു. സിനിമാ സ്റ്റൈലിൽ അതീവ സാഹസികമായാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും 6 അംഗ കൊള്ളസംഘത്തിലെ 5 പേർ പോലീസ് പിടിയിലായത്. ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. കവർച്ചയ്ക്ക് ശേഷം രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിൽ പോകുന്നതിനെയാണ് കൊള്ളസംഘം പിടിയിലാകുന്നത്. കോയമ്പത്തൂർ വഴി പോകുകയായിരുന്ന കൊള്ളസംഘം സഞ്ചരിച്ചിരുന്ന കണ്ടെയ്നർ ലോറി സന്യാസിപ്പാളയത്ത് വെച്ച് കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചു. നിർത്താതെ പോയ ലോറി പള്ളിപ്പാളയത്ത് വെച്ച് നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു. ഇതോടെ ലോറിയിലുണ്ടായിരുന്ന കൊള്ളസംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു. വിവരമറിഞ്ഞെത്തിയ പോലീസും കൊള്ളസംഘവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് കുത്തേറ്റു. പരിക്കേറ്റ പോലീസുകാരായ തവമണി, രഞ്ജിത് കുമാർ എന്നിവരെ നാമക്കലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ടെയ്നർ ലോറിയിൽ നിന്ന് കവർച്ചാ സംഘം സഞ്ചരിച്ചിരുന്ന കാറും എടിഎം നിന്ന് മോഷ്ടിച്ച പണവും പോലീസ് കണ്ടെത്തി. പ്രതികളിൽ നിന്ന് തോക്കും ആയുധങ്ങളും പോലീസ് സംഘം പിടിച്ചെടുത്തു. കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരുവിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഇവർ പിടിയിലായത്. കൊള്ളസംഘം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ വിവരമാണ് പ്രതികൾ വലയിലാകാൻ കാരണം. തൃശൂരിൽ നിന്നും തമിഴ്നാട് അതിർത്തി വരെ കാറിൽ പോയ കൊള്ളസംഘം പോലീസ് പിടികൂടാതിരിക്കാൻ പിന്നീട് കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് TCV. ജില്ലയെ ഞെട്ടിച്ച് എടിഎം കവർച്ച. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 3 എടിഎമ്മുകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. എടിഎം പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ച്. തൃശൂർ നഗരത്തിലെ നായ്ക്കനാൽ ഷൊർണൂർ റോഡിൽ സരോജ ആശുപത്രിക്ക് എതിർവശമുള്ള എടിഎം, മാപ്രാടം, കോലഴി എന്നിവിടങ്ങളിലെ എടിഎമ്മുകളാണ് കൊള്ളയടിച്ചത്. ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് എടിഎം പൊളിച്ചാണ് ക്യാഷ് ട്രേയിൽ സൂക്ഷിച്ചിരുന്ന പണം കവർന്നത്. പുലർച്ചെ 3നും 4നും ഇടയിലാണ് സംഭവം. ഇരിങ്ങാലക്കുട മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലുള്ള SBIയുടെ എടിഎമ്മിലാണ് ആദ്യം കവർച്ച നടന്നത്. പുലർച്ചെ 2:10ഓടെയായിരുന്നു കവർച്ച. കാറിലെത്തിയ മോഷണ സംഘം മുഖം മറച്ചിരുന്നു. എടിഎം ശാഖയിലെ CCTV ക്യാമറയിൽ മോഷ്ടാക്കൾ സ്പ്രേ ചെയ്ത നിലയിലായിരുന്നു. 30 ലക്ഷം കവർന്നു. 3:05ഓടെയാണ് തൃശൂർ ഷൊർണൂർ റോഡിലെ എടിഎം കൗണ്ടറിൽ സമാന രീതിയിൽ കവർച്ച നടന്നത്. ഇവിടെ നിന്ന് 9 ലക്ഷം രൂപ കവർന്നു. 3:40ഓടെയാണ് കോലഴി പൂവണി ബസ് സ്റ്റോപ്പിന് സമീപമുള്ള SBIയുടെ എടിഎം ശാഖയിൽ 25 ലക്ഷം രൂപയും കവർന്നത്. കവർച്ചയ്ക്ക് ശേഷം കൊള്ളസംഘം ദേശീയപാത മണ്ണുത്തി വഴി കേരള അതിർത്തി വരെ കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. തൃശൂർ റേഞ്ച് DIG തോമസ് ജേക്കബ്, സിറ്റി പോലീസ് കമ്മീഷണർ R ഇളങ്കോ, റൂറൽ SP നവനീത് ശർമ്മ എന്നിവർ കവർച്ച നടന്ന എടിഎമ്മുകൾ സന്ദർശിച്ചു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പരിശോധന നടത്തി. സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച 3 എടിഎം കൊള്ളയ്ക്ക് മോഷ്ടാക്കളെടുത്ത സമയം വെറും 1 മണിക്കൂർ 10 മിനിറ്റ്. 26 കിലോമീറ്റർ ദൂരത്തിനുള്ളിലെ 3 എടിഎമ്മുകളാണ് 1 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കൊള്ളയടിച്ചത്. ഇത്രയും കിലോമീറ്ററിനുള്ളിൽ മറ്റു ബാങ്കുകളുടെ എടിഎമ്മുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് SBIയുടെ എടിഎമ്മുകൾ മാത്രം മോഷ്ടാക്കൾ ലക്ഷ്യം വെച്ചു എന്നത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നുണ്ട്. ആദ്യം കവർച്ച നടന്ന മാപ്രാണം എടിഎം ശാഖയിലെ സുരക്ഷാ അലാം വൈകിയത് പ്രതികൾ രക്ഷപ്പെടാൻ കാരണമായി. കവർച്ച നടന്ന് അരമണിക്കൂറോളം വൈകിയാണ് പോലീസിന് ബാങ്കിന്റെ സെൻട്രൽ ശാഖയിൽ നിന്ന് അലർട്ട് മെസ്സേജ് ലഭിക്കുന്നത്. മെസ്സേജ് ലഭിച്ചയുടൻ രണ്ടാമത് മോഷണം നടന്ന ഷൊർണൂർ റോഡിലെ എടിഎം ശാഖയിലേക്ക് പോലീസ് സംഘം കുതിച്ചെത്തിയെങ്കിലും കവർച്ച സംഘം രക്ഷപ്പെട്ടിരുന്നു. ഉടൻ തന്നെ പാലക്കാട്, കോയമ്പത്തൂർ, കൃഷ്ണഗിരി ജില്ലകളിലേക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ജാഗ്രതാ നിർദ്ദേശം നൽകി. പ്രൊഫഷണൽ സംഘമാണ് കവർച്ചയ്ക്ക് പിന്നിലെന്ന് പോലീസ് മനസ്സിലാക്കിയതോടെ അന്വേഷണം ഊർജിതമാക്കുന്നതിനിടയിലാണ് പ്രതികൾ മണിക്കൂറുകൾക്കകം തമിഴ്നാട്ടിൽ പിടിയിലാകുന്നത്. ന്യൂസ് ഡെസ്ക് TCV. കോലഴി SBI എടിഎം കൊള്ളയടിക്കാൻ വർഷങ്ങൾക്ക് മുൻപും ശ്രമം നടന്നിരുന്നു. 2020ലാണ് SBI ബാങ്കിനോട് ചേർന്നുള്ള എടിഎം കൊള്ളയടിക്കാൻ ശ്രമം നടന്നത്. എടിഎം മെഷീൻ വാഹനത്തിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം നടന്നത്. പ്രതികൾക്കായി പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും പിടികൂടാനായിരുന്നില്ല.
ദേശീയപാത പട്ടിക്കാട് കല്ലിടുക്കിൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് 2.5 കിലോ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ പ്രതികൾ വലയിലായതായി സൂചന. ബുധനാഴ്ചയാണ് കല്ലിടുക്കിൽ തൃശൂർ കിഴക്കേക്കോട്ട സ്വദേശി അരുൺ സണ്ണി, പോട്ട സ്വദേശി റോജി എന്നിവർ സഞ്ചരിച്ചിരുന്ന കാർ തടഞ്ഞ് 3 കാറുകളിലെത്തിയ സംഘം കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. അരുണിനെയും റോജിയെയും വാഹനങ്ങളിൽ കയറ്റിക്കൊണ്ടുപോയ ശേഷം പിന്നീട് വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു. സ്വകാര്യ ബസ്സിലെ CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസ് സംഘത്തിന് വിവരം ലഭിച്ചത്. തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നീണ്ട നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. നിലവിൽ പുഴയ്ക്കൽ ഭാഗത്താണ് അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ചൂണ്ടൽ പാറന്നൂർ മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടന്നിരുന്നു. ഇതേസമയം കേച്ചേരി മുതൽ മുണ്ടൂർ വരെയുള്ള ഭാഗങ്ങളിൽ യാത്രാ ദുരിതം കൂടുതലായി. കൈപ്പറമ്പിനും ഏഴാങ്കല്ലിനുമിടയിൽ റോഡിൽ വൻ ഗർത്തങ്ങളാണുള്ളത്. ഇവിടെ അപകടങ്ങളും തുടർക്കഥയാണ്. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം ഗൌരവതരവും അപലപനീയവുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംഭവത്തിൽ അടിയന്തര അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്കും തൃശൂർ ജില്ലാ സാമൂഹ്യനീതി ഓഫീസർക്കും മന്ത്രി നിർദ്ദേശം നൽകി. ചെമ്മാപ്പള്ളി സെറാഫിക് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിന്റെ 1ാം നിലയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ വിദ്യാർത്ഥിനിയെ പൂട്ടിയിട്ട സംഭവം TCV കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് നടപടി. വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ കുട്ടിയുടെ മാതാപിതാക്കളുമായി താൻ സംസാരിച്ചതായി മന്ത്രി പറഞ്ഞു. ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടുന്ന ഭിന്നശേഷി സൌഹാർദ്ദപരമായ അന്തരീക്ഷം എല്ലാ വിദ്യാലയങ്ങളിലും ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സ്കൂൾ അധികൃതർക്കുണ്ട് എന്നും മന്ത്രി പറഞ്ഞു. വേലൂർ തയ്യൂരിൽ ലോറിക്ക് തീപിടിച്ചു. തയ്യൂർ ഏബൽ കിടക്ക നിർമ്മാണ കമ്പനിയിലേക്ക് ചകിരിനാരുമായി വന്ന ലോറിക്കാണ് തീപിടിച്ചത്. രാവിലെ 8:30ഓടെയാണ് സംഭവം. ലോറിക്ക് മുകളിൽ ഉയർന്നു നിന്നിരുന്ന ചകിരിനാര് വൈദ്യുതി കമ്പിയിൽ ഉരസിയതാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. കുന്നംകുളത്ത് നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. നേരത്തെയും ഈ കമ്പനിയിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. മുള്ളൂർക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ലോറിയിടിച്ച് ഗതാഗതം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ 7:15 തൃശൂർ ഭാഗത്തു നിന്ന് വരവൂരിലേക്ക് പോയിരുന്ന ടോറസ് ലോറിയാണ് നിയന്ത്രണം വിട്ട് റെയിൽവേ ഗേറ്റിലിടിച്ചത്. ഇതിനെ തുടർന്ന് ഗേറ്റ് തുറക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇതോടെ 2 വശത്തു നിന്നുമുള്ള ബസ്സുകൾ ഉൾപ്പെടെ വാഹനങ്ങൾ കുരുക്കിൽപ്പെട്ടു. അകമല വഴി കിലോമീറ്ററുകൾ താണ്ടിയാണ് വരവൂരിലേക്കും തിരിച്ച് തൃശൂരിലേക്കും നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എളവള്ളി പഞ്ചായത്തിലെ കണിയാംതുരത്തിൽ മരം കടപുഴകി പാടശേഖരത്തിലേക്ക് വീണതോടെ റോഡ് തകർച്ചാ ഭീഷണിയിൽ. പാർശ്വഭിത്തി തകർന്ന ഭാഗത്ത് റോഡ് ഇടിഞ്ഞിട്ടുണ്ട്. 1 മാസം മുൻപാണ് മരം കടപുഴകി വീണത്. മരം മുറിച്ചു മാറ്റി റോഡിന്റെ വശം അറ്റകുറ്റപ്പണി നടത്താൻ അധികൃതർ തയ്യാറായിട്ടില്ല. തുലാവർഷം ശക്തമായാൽ റോഡ് കൂടുതൽ തകർച്ചയിലാകും. പൊതുവെ ഇടുങ്ങിയ റോഡാണിത്. എതിർദിശയിൽ വാഹനങ്ങൾ വന്നാൽ കടന്നുപോകാൻ പാടാണ്. ഇടുങ്ങിയ റോഡിലെ ഇത്തരം അപകടക്കെണികൾ യാത്രക്കാരെ വലയ്ക്കുകയാണ്. എളവള്ളി മമ്മായിൽ നിന്ന് അന്നകര കോക്കൂർ റോഡിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണിത്. പഞ്ചായത്തിന്റെ വാതക ശ്മശാനം, ഡയപ്പർ സംസ്കരണ കേന്ദ്രം തുടങ്ങിയവ ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. തൃശൂരിലെ നവീകരിച്ച ആകാശപാത ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. വൈകിട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കും. പൂർണ്ണമായും ശീതീകരിച്ച ആകാശപാതയുടെ 4 പ്രധാന കവാടങ്ങളിലും ലിഫ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. സുരക്ഷയുടെ ഭാഗമായി 20 CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 11 കോടി രൂപ ചിലവഴിച്ചാണ് ആകാശപാത പൂർത്തീകരിച്ചിട്ടുള്ളത്. ടൂറിസം രംഗത്ത് പുത്തൻ പ്രതീക്ഷയുമായി വടക്കാഞ്ചേരി. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഹിൽ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി ടൂറിസം പൊതുമരാമത്ത് മന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പഠനം നടത്തി രൂപരേഖ തയ്യാറാക്കുന്നതിനായി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിനെ നേരത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. മണ്ഡലത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പൂമല ഡാം, മിനി ഊട്ടി, പത്താഴക്കുണ്ട് ഡാം, ചെപ്പാറ റോക്ക് ഗാർഡൻ, വട്ടായി വെള്ളച്ചാട്ടം, വാഴാനി ഡാം, തൂമാനം വെള്ളച്ചാട്ടം, ചാത്തൻചിറ ഡാം, പേരപ്പാറ ഡാം, വിലങ്ങൻകുന്ന് കോൾനിലങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് സർക്യൂട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. പദ്ധതിയുടെ മുന്നോടിയായുള്ള ട്രയൽ റൺ നടന്നു. സേവ്യർ ചിറ്റിലപ്പള്ളി MLAയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പ്രതിനിധികളും ജനപ്രതിനിധികളും വിവിധ ടൂറിസം ഡെസ്റ്റിനേഷനുകൾ സന്ദർശിച്ചു. 5.99 കോടി രൂപയുടെ പദ്ധതിയായ വാഴാനി മ്യൂസിക്കൽ ഫൗണ്ടന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്.
വിലങ്ങൻകുന്നിൽ വാച്ച് ടവർ ഉൾപ്പെടെയുള്ള 3.45 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന പദ്ധതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗീകരിച്ച് അനുമതിക്കായി സർക്കാരിന്റെ മുന്നിലുണ്ട്. ടൂറിസം സർക്യൂട്ടിന്റെ ഉദ്ഘാടനം വൈകാതെ നടത്താൻ കഴിയുമെന്ന് MLA TCVയോട് പറഞ്ഞു. നമ്മുടെ DTPC എക്സിക്യൂട്ടീവ് ചേർന്ന് നമ്മുടെ ജില്ലയിലെ 3 പ്രധാനപ്പെട്ട ടൂറിസം സർക്യൂട്ടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തിരുന്നു. അതിൽ വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഹിൽ ടൂറിസം സർക്യൂട്ട് എന്നാണ് ഒരു നിർദ്ദേശം ഉയർന്നു വന്നിട്ടുള്ളത്. പൂമലയിൽ എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3,85,00,000 രൂപയുടെ പ്രൊജക്റ്റ് നിർവഹണ ഘട്ടത്തിലാണ്. വാടാനിയിൽ നേരത്തെ കുട്ടികളുടെ പാർക്ക് നമ്മൾ 40 ലക്ഷം രൂപയ്ക്ക് പിന്നെ നവീകരിക്കുകയും അതിൻ്റെ ഭാഗമായി ധാരാളം സഞ്ചാരികൾ വാടാനിയിലേക്കുള്ള ജനങ്ങളുടെ ഒഴുക്ക് യഥാർത്ഥത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരികയായിരുന്ന തമിഴ്നാട് സ്വദേശികളുടെ കാർ അപകടത്തിൽപ്പെട്ട് 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാരായ തിരുനാവു കാർത്തു, മോഹൻ, ഹർഷിനി, മേഘശ്രീ, പൂർണി, ലാവണ്യ എന്നിവർക്കാണ് പരിക്കേറ്റത്. കണ്ടാണശ്ശേരി പാരിസ് റോഡിൽ രാവിലെയായിരുന്നു അപകടം. നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം സമീപത്തെ കടയുടെ ഷട്ടറിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കാഞ്ചേരി പത്താംകല്ലിൽ നിയന്ത്രണം വിട്ട ടോറസ് ലോറി സമീപത്തെ ആക്രിക്കടയിൽ ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ലോറിയുടെ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ലോറി കടയ്ക്ക് സമീപമുണ്ടായിരുന്ന വൈദ്യുതി തൂണും തകർത്തു. സൈബർ തട്ടിപ്പിനെതിരെ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും നിരന്തരമായി നൽകുന്ന സൈബർ സുരക്ഷാ നിർദ്ദേശങ്ങളെ അവഗണിക്കരുത്. സംശയാസ്പദമായ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകി. OTP, സാമ്പത്തിക വിവരങ്ങൾ എന്നിവ ഷെയർ ചെയ്യരുത്. അനാവശ്യ ലിങ്കുകൾ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷനുകൾ ഡൌൺലോഡ് ചെയ്യാതിരിക്കുക. അപരിചിതരുടെ വീഡിയോ കോളുകളോട് പ്രതികരിക്കാതിരിക്കുക തുടങ്ങിയ മുന്നറിയിപ്പുകളും പോലീസ് നൽകുന്നു. സൈബർ തട്ടിപ്പുകൾക്ക് ഇരയായാൽ ഉടൻ തന്നെ സൈബർ ക്രൈം പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യണം. ഹെൽപ്പ് ലൈൻ നമ്പറായ 1930 എന്ന നമ്പറിൽ ബന്ധപ്പെടാമെന്നും പോലീസ് പറയുന്നു. ഓൺലൈൻ ട്രേഡിംഗിൽ കുറ്റുമുക്ക് സ്വദേശിക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടത്. സംഭവത്തിൽ 2 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കള്ളപ്രചരണം നടത്തുകയും സോഷ്യൽ മീഡിയയിൽ അപമാനിക്കുകയും ചെയ്ത CPM DYFI മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കൌൺസിലർമാരായ സന്ധ്യ കൊടക്കാടത്ത്, PN വൈശാഖ് എന്നിവർക്കെതിരെയാണ് പ്രചരണം. മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർ സന്ധ്യ കൊടക്കാടത്ത്, മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് മനീഷ്, തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ എന്നിവർ സംസാരിച്ചു. കടവല്ലൂർ കൊരട്ടിക്കര കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തെക്കേമഠം മൂപ്പിൽ സ്വാമിയാർ വാസുദേവാനന്ദ ബ്രഹ്മാനന്ദ ബോധിക്ക് സ്വീകരണവും വെച്ചു നമസ്കാരവും നടത്തി. ഒക്ടോബർ 2 മുതൽ 6 വരെ നടക്കുന്ന അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളുടെ ഭാഗമായാണ് മൂപ്പിൽ സ്വാമിയാർക്ക് വെച്ചു നമസ്കാരം നടത്തിയത്. ക്ഷേത്രം തന്ത്രി കക്കാട് വാസുദേവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. തന്ത്രി വാസുദേവൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അരുൺ നമ്പൂതിരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടാലത്ത്, ദേവസ്വം ഓഫീസർ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് പൂത്താലത്തിന്റെ അകമ്പടിയോടെ മൂപ്പിൽ സ്വാമിയാരെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ച് ഭിക്ഷ നൽകി. തുടർന്ന് ക്ഷേത്രത്തിനകത്ത് തന്ത്രി ആദ്യ വെച്ച് നമസ്കാരം നടത്തി. 20-ന് നടത്തുന്ന യജ്ഞസമർപ്പണത്തോടെ ചടങ്ങുകൾ സമാപിക്കും. തൃശൂർ വ്യാകുലമാതാ ബസലിക്ക തീർത്ഥ കേന്ദ്രത്തിലെ പരിശുദ്ധ വ്യാകുലമാതാവിന്റെ ജീവകാരുണ്യ തിരുനാൾ ഇന്ന് ആചരിച്ചു. ദിവ്യബലിക്ക് ഫാദർ ജോസ് നന്ദിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ നേർച്ചയൂട്ട് ഒഴിവാക്കിയിരുന്നു. ചന്ദ്രാപിനി, ചിറക്കൽ കേരള മുസ്ലിം ജമാഅത്ത്, SSF, SYS, സാന്ത്വനം ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിന് നിർമ്മിച്ച ദാറുൽ ഖൈർ ഭവനത്തിന്റെ താക്കോൽ ദാനവും മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ചിറക്കൽ മഹല്ല് ഖത്തീബ് അബ്ദുസമദ് സഖാഫി പ്രാർത്ഥന നിർവഹിച്ചു. മമ്പ ഉലൂലു മദ്രസയിൽ നടന്ന ചടങ്ങിൽ PMS തങ്ങൾ ബ്രാലം താക്കോൽ ദാനം നിർവഹിച്ചു.
ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ബഷീർ കറുകത്തല അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റിഷിൻ സുമൻ, വാർഡ് മെമ്പർ ജിനൂബ് അബ്ദുറഹ്മാൻ, മദ്രസ സദർ മുഅല്ലിം റഫീഖ് ലത്വീഫി, മഹല്ല് സെക്രട്ടറി അഷ്റഫ് ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. കിഴക്കേ കോടാലിയിൽ പ്രവർത്തിക്കുന്ന മറ്റത്തൂർ കുടിവെള്ള പദ്ധതിക്ക് ജലലഭ്യത ഉറപ്പാക്കുന്നതിനായി പുതിയ കിണർ നിർമ്മിക്കണമെന്ന് CPM കോപ്ലിപ്പാടം ബ്രാഞ്ച് സമ്മേളനം ആവശ്യപ്പെട്ടു. സമ്മേളനം കൊടകര ഏരിയ കമ്മിറ്റി അംഗം MV സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. OS മാധവൻ അധ്യക്ഷത വഹിച്ചു. PC ഉമേഷ്, PK രാജൻ, TK അസൈൻ, CV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. മറ്റത്തൂർ കനാലിൽ നിന്ന് ഒരാഴ്ചയ്ക്കിടെ പിടികൂടിയത് 2 മലമ്പാമ്പുകളെ. മറ്റത്തൂർ കനാലിലെ വാർഷിക അറ്റകുറ്റപ്പണിയിലെ അപാകതയാണ് പതിവില്ലാത്ത വിധം കനാൽ കാട് കയറി നശിക്കാനിടയാക്കുന്നതെന്നാണ് ആക്ഷേപം ഉയരുന്നത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് ഇറിഗേഷൻ അധികൃതർ എല്ലാ വർഷവും കനാൽ വൃത്തിയാക്കുന്നത്. കനാലിൽ നിന്ന് കോരിയെടുക്കുന്ന ചെളിയും മാലിന്യങ്ങളും ഇരുവശത്തുമുള്ള ബണ്ടുകളിൽ തന്നെയാണ് നിക്ഷേപിക്കാറുള്ളത്. ജൂൺ മുതൽ നവംബർ വരെയുള്ള മാസങ്ങളിൽ കനാലിലേക്ക് വെള്ളം തുറന്നുവിടാത്തതും കനാൽ കാടുമൂടാൻ ഇടയാക്കുന്നു. കനാൽ വിഷപ്പാമ്പുകൾ അടക്കമുള്ള ക്ഷുദ്രജീവികളുടെ താവളമായതോടെ കനാലോരത്ത് താമസിക്കുന്ന കുടുംബങ്ങളും കനാൽ ബണ്ട് റോഡുകളിലൂടെ സഞ്ചരിക്കുന്നവരും ദുരിതത്തിലാണ്. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ബാലകലോത്സവം പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ MK ജോസ്, SMC ചെയർമാൻ AU മനാഫ്, പ്രധാനാധ്യാപിക KA സുജിനി തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. വില്ലടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്കൂൾ കലോത്സവം ശ്രുതിലയ കുട്ടികളുടെ കലാപ്രകടനങ്ങൾ കൊണ്ട് വർണ്ണാഭമായി. കലോത്സവം കൌൺസിലർ I സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിന്ധു ജയേഷ് അധ്യക്ഷയായിരുന്നു. പ്രിൻസിപ്പൽ ഇൻചാർജ് PA അബ്ബാസ്, SMC ചെയർമാൻ BA നസീർ ഹുസൈൻ, MPTA പ്രസിഡന്റ് PB ബബിമോൾ, മനോജ് കമ്മത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കേരളീയ നവോത്ഥാനത്തിൽ തുല്യതയില്ലാത്ത വിദ്യാഭ്യാസ വിപ്ലവം കൊണ്ടുവന്ന ചരിത്ര നായകനായിരുന്നു CH മുഹമ്മദ് കോയയെന്ന് എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ ഷെരീഫ് സാഗർ അഭിപ്രായപ്പെട്ടു. വാടാനപ്പള്ളി CH മുഹമ്മദ് കോയ മെമ്മോറിയൽ ഓർഫനേജ് അസോസിയേഷന്റെ CH അനുസ്മരണ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് KS ദീപൻ മാസ്റ്റർ യോഗം ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് PM ഖാലിദ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി AA ഷജീർ, ട്രഷറർ PK അഹമ്മദ് എന്നിവർ സംസാരിച്ചു. എത്രത്തോളം ആർഷിച്ചു എന്നുള്ളത് തന്നെയാണ് CHന്റെ ഉറക്കമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. CH മുഹമ്മദ് കോയ സാഹിബിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിൽ എല്ലാ വർഷവും CHനെ അനുസ്മരിക്കുന്ന ഒരു സ്ഥാപനമാണിത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CHന്റെ ഓർമ്മകൾ ഇവിടെ തുടികൊക്കുന്നു. ഖാലിദ് പറയുകയായി 1985 ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU കർഷക തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ തൃശൂർ കർഷക തൊഴിലാളി ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയെ സംരക്ഷിക്കുക, ക്ഷേമനിധി ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക വിതരണത്തിന് 500 കോടി രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ BKMU സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ ഉദ്ഘാടനം ചെയ്തു. BKMU ദേശീയ കൌൺസിൽ അംഗം CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, BKMU മുൻ സംസ്ഥാന പ്രസിഡന്റ് AK ചന്ദ്രൻ, രാകേഷ് കണിയാമ്പറമ്പിൽ, KV ഇന്ദുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്ഷേമനിധി ആനുകൂല്യ ആ പദ്ധതി നിലവിൽ വരുമ്പോൾ നിയമത്തിൽ പറഞ്ഞത് പ്രകാരമുള്ള 625 രൂപയെങ്കിലും തൊഴിലാളിക്ക് ഉറപ്പ് നൽകിയത് നൽകാൻ തയ്യാറാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പകുതി നൽകുമ്പോൾ ശക്തമായി ആവശ്യപ്പെട്ടതാണ്. ഇനി സർക്കാരിൽ നിന്നോ മറ്റു വിധത്തിലോ ക്ഷേമനിധി ബോർഡിന് പണം വരുമ്പോൾ കാഞ്ഞിരക്കോട് കൊരട്ടിയാംകുന്നിൽ റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി തൂൺ തകർന്നു. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന പൂമരമാണ് പൊട്ടിവീണത്. വൈദ്യുതി കമ്പികൾ പൊട്ടി റോഡിലേക്ക് വീണു. മേഖലയിൽ വൈദ്യുതി ബന്ധം നിലച്ചു. വാഹനഗതാഗതവും തടസ്സപ്പെട്ടിരുന്നു.
വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മെമ്മോറിയൽ GVHSS ഗ്രൌണ്ട് നവീകരണം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. മേയർ MK വർഗീസ് അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയപ്രകാശ് പൂവത്തിങ്ങൽ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജെറീഷ്, PTA പ്രസിഡന്റ് ഷീബ ജോജി, പ്രിൻസിപ്പൽ KV ബിനി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാഥമികമായിട്ടുള്ള ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ശ്രമത്തിലാണ് തുടങ്ങുന്നത്. വാടാനപ്പള്ളി സിയാസത്തിൽ ഇസ്ലാം മദ്രസ PTA കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച മെഗാ ദഫ് മത്സരം സമാപിച്ചു. വാടാനപ്പള്ളി തെക്കേ മഹല്ല് ഖത്തീബ് ഉമർ ഭാഗവി മെഗാ ദഫ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മദ്രസ PTA പ്രസിഡന്റ് ഷൌക്കത്ത് അധ്യക്ഷനായി. ജാഫർ മുസ്ലിയാർ, ജബ്ബാർ അറക്കൽ, ഷാഹുൽ ഹമീദ് മേജർ, റഫീഖ് ഹനീഫ എന്നിവർ സംസാരിച്ചു. പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി അന്തിക്കാട് ICDS പ്രൊജക്ടും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി പോഷൻ മാവ് സംഘടിപ്പിച്ചു. പോഷകാഹാര വിളംബര ജാഥയും പെരിങ്ങോട്ടുകര സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും ഡ്രാമയും ചാഴൂർ കിഴക്കേ ആൾ സെന്ററിൽ നടന്നു. തുടർന്ന് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ പോഷകാഹാര മാസാചരണ പരിപാടിയുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ സുബൈദ AP, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7070, പവന് 56,560, വെള്ളി ഗ്രാമിന് 99, പ്ലാറ്റിനം ഗ്രാമിന് 3,339 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂരിലെ ATMകളിൽ കവർച്ച നടത്തിയ സംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ATM കവർച്ചകളിൽ ഞെട്ടി തൃശൂർ. 3 ATMകളിൽ നിന്നായി കവർന്നത് 65 ലക്ഷം രൂപ. ATM പൊളിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചു. ദേശീയപാത പട്ടിക്കാട് കല്ലെടുക്കൽ കാർ യാത്രക്കാരെ ആക്രമിച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവം പ്രതികൾ പോലീസ് പിടിയിലായതായി സൂചന. തൃശൂർ കുന്നംകുളം റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. നീണ്ട നാളത്തെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകും. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ സെറിബ്രൽ പാൾസി ബാധിതയായ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ പൂട്ടിയിട്ട സംഭവം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി R ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.